ഹേയ്സ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ ഈന്തപ്പഴം പീനട്ട് ബട്ടറിലും വെച്ച് കിഡിലെ സ്നിക്കേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗൈസ് ഇപ്പൊ സമ്മ കൊള്ളല്ലേ, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് നമ്മളെ സ്നിക്കേഴ്സ് ഉണ്ടാക്കാൻ നമ്മൾ ഈന്തപ്പഴവും പീനട്ട് ബട്ടറും എടുക്കുന്നുണ്ട്. നമുക്ക് ഇത് വെച്ച് നമ്മളെ സ്നിക്കേഴ്സ് ഉണ്ടാക്കി തരാം. അപ്പൊ ആദ്യം നമ്മൾ ഈന്തപ്പഴം നമുക്ക് പൊടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ പൊടിച്ച ശേഷം ഒരു ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈന്തപ്പഴത്തിന്റെ കുരു നമുക്ക് കളയാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഈന്തപ്പഴത്തിന്റെ കുരു നമ്മൾ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഈ ഒരു ബദാം വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ബദാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെ പീനട്ട് ബട്ടർ തേച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ പീനട്ട് ബട്ടർ എല്ലാം തേച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടച്ച ശേഷം നമുക്ക് ഇനി ഇത് ചോക്ലേറ്റ് മുക്കിയെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഡയറി മിൽക്ക് നമ്മൾ ചൂട് വെള്ളത്തിട്ട് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊട്ടിച്ച ശേഷം ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, അപ്പം മുമ്പ് നമ്മളെ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോക്ക് ലൈക്ക് കൊണ്ട് ഇരിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിത് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഡയറി മിൽക്ക് നമ്മൾ ഈ ഒരു ബൗളിലോട്ട് ആക്കി എടുത്തിട്ട് നമുക്ക് ഈ ഈന്തപ്പഴം നമുക്ക് ഇതിലോട്ട് നല്ല രീതിക്ക് തന്നെ മുക്കിയെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈന്തപ്പഴം നല്ല രീതിക്ക് തന്നെ ചോക്ലേറ്റ് മുക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രീസർ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സ്നിക്കേഴ്സ് നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതും ഒറിജിനൽ സ്നിക്കേഴ്സ് നമുക്ക് കഴിച്ചു നോക്കാം. ടേസ്റ്റിലുള്ള വ്യത്യാസം ഉണ്ടോ നോക്കാം. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈ സ്നിക്കേഴ്സ് പൊടിച്ചെടുക്കാം. പൊന്നോ, 20 രൂപയുടെ സ്നിക്കേഴ്സ് ആണ് ഇത്. അപ്പൊ ഇത് നമ്മൾ ഒറിജിനൽ സ്നിക്കേഴ്സും ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ സ്നിക്കേഴ്സും. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റിന്റെ വ്യത്യാസം ഉണ്ടോ നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കിയത് കഴിച്ചു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒറിജിനൽ സ്നിക്കേഴ്സ് കഴിച്ചു നോക്കാം. ഗൈസ്, ഇപ്പൊ സത്യം പറയാല്ലേ, നമ്മൾ ഒറിജിനൽ സ്നിക്കേഴ്സിന്റെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും ഇത് കഴിക്കുമ്പോൾ സ്നിക്കേഴ്സ് കഴിക്കുന്ന ടേസ്റ്റ് കിട്ടുന്നുണ്ട്. സംഭവം കിട്ടില്ല കേട്ടോ.